ഞാൻ മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. മരിച്ചു കഴിഞ്ഞാൽ മാഷ ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ എൻ്റെ ലൈഫിൻ്റെ ഉപജീവനമാർഗ്ഗമായിട്ട് ഞാൻ കാണുള്ളൂ. അതിനപ്പുറത്തേക്ക് നാളെ മരിച്ചു പോകുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ വീട് കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഈമാനുള്ള മരണമോ സ്വർഗമോ ജാസിക്കോ കിട്ടിയത് തന്നെ, അല്ല നമ്മളങ്ങ് ഉറപ്പിച്ചോ അവർ നരകത്തിലാണെന്ന്. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ നമ്മൾ മറന്നുപോയോ? ഖുർആൻ ഒരു ചരിത്രത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 10,000-കണക്കിന് കുഞ്ഞു കുരുന്നു മക്കളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ അക്രമിയായ ഒരു മനുഷ്യനെ കുറിച്ച്. നരകം അയാൾക്ക് നിർബന്ധമാക്കിയത് ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ശാപത്തിനിരയായ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ആരാണത്? ഫിർഔൻ. അപ്പോഴും അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം കണ്ടോ? മൂസാ നബിയെ, ഹാറൂൻ നബിയെ അയാളുടെ മുമ്പിലേക്ക് ചെന്ന് നന്മയിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കണേന്ന്. അള്ളാഹിന്റെ ഒരു കാരുണ്യം കണ്ടോ? നരകം ഉറപ്പിച്ച വ്യക്തിയോട് പോലും കാരുണ്യം കാണിച്ച റബ്ബിന്റെ അടിമകൾ നമ്മൾ എന്നിട്ട് കാരുണ്യമില്ലാത്ത വർത്തമാനമാണോ പറയേണ്ടത്? ഒരാളെയും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നാം പിന്തിരിപ്പിക്കരുത്. ഈ ദുനിയാവിൽ നമ്മൾ ചെയ്തു വെച്ച തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നില്ല എങ്കിൽ എനിക്കോ നിങ്ങൾക്കോ സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ജാസി അതിൽ പറഞ്ഞ ഒരു കാര്യത്തിന് സ്നേഹപൂർവ്വം ഞാനൊന്ന് തിരുത്തുകയാണ്. ഉപജീവനത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഹറാമുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു പണത്തിലും ബറക്കത്തുണ്ടാവൂല. ഞാനൊരു ഉദാഹരണം പറയാം. കള്ളുമായി ബന്ധപ്പെട്ട ജോലി, കള്ള് കുടിക്കൽ മാത്രമല്ല ഹറാമ്. ഒരു ലോഡിംഗ് തൊഴിലാളി കള്ളിന്റെ ലോഡ് വന്നു, അതിറക്കി ഗോണൗളിലേക്ക് വെച്ചു കൊടുക്കുന്നു, അതിനും ഹറാമിന്റെ ശിക്ഷയാണ്. കള്ളിന്റെ കണക്കെടുന്ന ആള് ഹറാമിന്റെ ശിക്ഷയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ അല്ല ടാക്സി ഡ്രൈവർ ഒരാള് കള്ള് ഷാപ്പിലേക്ക് തന്നെയാന്ന് പറഞ്ഞു വിളിച്ചാൽ പോകരുത്, അത് ഹറാമിന്റെ ശിക്ഷയുണ്ടാകും. അതുപോലെ എന്റെ കല്യാണം, കൂട്ടുകാരൊക്കെ വരും, അവരാവശ്യപ്പെട്ടു കള്ള് സൽക്കാരം നടത്തണം. കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും നീ കുടിക്കില്ലെങ്കിലും കൂട്ടുകാർക്ക് നീ അത് വാങ്ങിക്കൊടുത്താൽ നിനക്കും ഹറാമിന്റെ ശിക്ഷയുണ്ട്. ഹറാമുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഹറാമിന്റെ ഗന്ധമുണ്ടാകും. അതുകൊണ്ട് മോശപ്പെട്ട മാർഗത്തിൽ ഉണ്ടാക്കുന്ന സമ്പത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം വിട്ടു നിൽക്കുക. അപ്പൊ ഉസ്താദെ, ഞങ്ങൾക്ക് മറ്റു ജോലിയില്ല, ജീവിതമാർഗം, വരുമാനമാർഗം. ഈമാനുള്ള മുസ്ലിമേ, അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചവൻ പ്രപഞ്ചത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹറാമിനെ നീ ഉപേക്ഷിച്ചാൽ അള്ളാഹു നിനക്ക് ഏറ്റവും നല്ലതിനെ പകരം തരും. പ്രതീക്ഷ കൈവിടണ്ട, അള്ളാഹ് കൈവിടൂല.